ഇന്നലെ രാത്രിയോടുകൂടി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും ഒപ്പം തന്നെ ഭവാനിപ്പൂരിലെ വിജയശില്പിയുമായ ചന്ദ്രനാഥ് രഥിനെ ഒരു കൂട്ടം അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിൽ ഈ ഇദ്ദേഹത്തിന്റെ കാറിന്, അതായത് ചന്ദ്രനാഥ് രഥിന്റെ കാറിനെ പിന്തുടരുകയായിരുന്നു മറ്റൊരു കാർ. ഈ കാറ് കൊണ്ട് ഇടിക്കുകയായിരുന്നു. ഇടിച്ചതിന് ശേഷം ബൈക്കിലെത്തിയ 4ഓളം ബൈക്കിലെത്തിയ ആളുകളാണ് ഇവരെ തുരുതുര വെടിവെക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെടുകയുണ്ടായി. കൂടെ ഉണ്ടായിരുന്ന ആൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇത് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പശ്ചിമ ബംഗാൾ ഉടനീളം BJP പ്രവർത്തകർ സംഘടിക്കുകയും തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉരുത്തിരികയും ചെയ്തു. തൊട്ടു പിന്നാലെ സുവേന്ദു അധികാരി പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം നൽകി. ദയവായി നിങ്ങൾ 24 മണിക്കൂർ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അമിത്ഷാ എത്തുന്ന ദിവസമാണ്. ഒപ്പം തന്നെ സത്യപ്രതിജ്ഞയുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം എടുക്കുന്ന നടപടി ബംഗാളിനെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഒരു ഗുണ്ടയും വെറുതെ വിടില്ല എന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. അതുവരെ നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്, ആരും തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ്. ഇതിനിടെ TMC പറയുന്നത് തങ്ങളല്ല, ഇത് ആരാണ് ചെയ്തതെന്ന് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ ഉള്ള വാർത്തകൾ പരക്കുന്നു. സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെയില്ല. ഇന്ന് അമിത്ഷാ ബംഗാളിൽ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസം UP യിൽ നിന്നടക്കം വലിയ രീതിയിൽ ബുൾഡോസറുകൾ ബംഗാളിൽ എത്തിച്ചിട്ടുള്ളതൊരു വാർത്ത വരുന്നു. അതിനോടൊപ്പം തന്നെ UP യിലെ എൻകൗണ്ടർ കിങ് അറിയപ്പെടുന്ന DGP പാലിനെ ബംഗാളിലേക്ക് 5 വർഷം ഡെപ്യൂട്ടേഷൻ ലൈക്ക് കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതായാലും സുവേന്ദു അധികാരി പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബംഗാൾ ഒരു ക്ലീൻ ബംഗാളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഗുണ്ടാ വേട്ടയായിരിക്കും ആദ്യം അവർ തുടങ്ങി വെക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്നലെ ഒരിക്കൽ കൂടി സുവേന്ദു അധികാരി അത് പറയുമ്പോൾ അത് ഉടൻ സംഭവിക്കുമെന്ന് തന്നെ കരുതാം. ഏതായാലും സുവേന്ദു അധികാരി മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ എത്തും. ഒപ്പം തന്നെ 2 വനിതാ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നുകൂടി ഒരു വാർത്ത വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.